ഈ ദീപാവലിക്ക് ഒരു ഒറിജിനൽ സൺഫ്ലവർ ഉണ്ടാക്കാൻ പഠിച്ചാലോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ യെല്ലോ ക്രീപ്പി പേപ്പർ എടുത്തിട്ടുള്ളത് ഒരു 10 സെന്റിമീറ്റർ ഹൈറ്റും 2 സെന്റിമീറ്റർ വിഡ്ത്തും ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ഇതേപോലെ മടക്കി കൊടുക്കുക. ഇനി മിഡിലുള്ള ആ പൂ സെറ്റ് ചെയ്യണം. അതിനുവേണ്ടി ബ്ലാക്കിനോട് ഷെയ്ഡ് തോന്നുന്ന കുറച്ച് പേപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ആദ്യം ബ്ലാക്ക് എടുത്ത് ഇതുപോലെ കട്ട് ചെയ്യാം. അങ്ങനെ കുറച്ച് പേപ്പേഴ്സ് കൂടുതൽ എടുത്തു. പിന്നെ ബ്രൗൺ എടുത്തു, ലൈറ്റ് ബ്രൗൺ എടുത്തു, യെല്ലോ എടുത്തു. ഇനി എല്ലാം ഇതുപോലെ ചുറ്റി കൊടുക്കുക. ഈ കുറെ ടൈപ്പ് കളർ എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിന്റെ ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സൺഫ്ലവർ സൂക്ഷ്മമായി നോക്കിയാൽ അറിയാം അതിന്റെ ഉള്ളിൽ ഒരു ഷെയ്ഡ് ഉണ്ട്. നമ്മൾ വരയ്ക്കുമ്പോഴും ഇതുപോലെയാണ് കളർ കൊടുക്കാറുള്ളത്. ഒറിജിനൽ ഫീല് കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ സംഭവം ഈസിയാണ്. ദേ പെറ്റൽസ് വെച്ച് കൊടുക്കുക. ആദ്യത്തെ റൗണ്ട് പെറ്റൽസ് ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിക്കുക. പിന്നെ അടുത്ത റൗണ്ട് എടുക്കുക. അങ്ങനെ ഞാൻ 3 റൗണ്ടാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് പെറ്റൽസ് ഉണ്ടാക്കി അതേപോലെ തന്നെ ലീവ്സും ഉണ്ടാക്കി. ശരിക്കും പറഞ്ഞാൽ ലീവ്സിന് ആ ഒറിജിനാലിറ്റി എനിക്ക് തോന്നിയില്ല. എന്നാലും ഫ്ലവർ അടിപൊളിയാണ്. നമ്മുടെ ഈസ്തെറ്റിക് വീഡിയോസിന്റെ കൂടെ വെക്കാൻ പറ്റിയ അടിപൊളി സാധനമാണ് ഇത്. സംഭവം ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ ഒരു ലൈക്ക് തരണേ. അപ്പൊ ഹാപ്പി ദീപാവലി.